ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. വൈകമ്മളുടെ ജാതകം നോക്കിയിട്ട് തിരുമേനി പറയുകയാണ്, ഈ ജാതകത്തിൽ മുഴുവൻ ദോഷങ്ങളാണുള്ളത്. ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഇവിടെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത്. ഈ കുട്ടി ജനിച്ചെന്ന് ഈ കുട്ടിയുടെ അമ്മ ഒരു സമാധാനവുമില്ലാതെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതേപോലെ ഈ കുട്ടിയുടെ അച്ഛൻ്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു. ഒരു സമാധാനവുമില്ലാതെ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയല്ലായിരുന്നു എന്ന് തിരുമേനി ചോദിക്കുമ്പോൾ അതേ എന്ന് സാവിത്രി പറയുന്നു. ഇതൊക്കെ കേൾക്കുന്ന മൈഥിലി മനസ്സിൽ പറയുകയാണ്, വൈശാഖും ഇന്ദ്രജയും തിരുമേനിയെ കണ്ടിട്ടുണ്ടെന്നാ തോന്നുന്നത്. റൂട്ടെല്ലാം നമുക്ക് അനുകൂലമായി തന്നെയാ വരുന്നത്. തുടർന്ന് പ്രശ്നം വെച്ച് നോക്കിയിട്ട് തിരുമേനി പറയുകയാണ്, ഇതെങ്ങനെ ശരിയാകും? ഈ പ്രതിവിധി ഒരിക്കലും നടക്കില്ലല്ലോ എന്നൊക്കെ തിരുമേനി പറയുമ്പോൾ എന്താ പറ്റിയതെന്ന് എല്ലാവരും ചോദിക്കുന്നു. ഈ പ്രശ്നത്തിന് ആകെ ഒരു പ്രതിവിധി മാത്രമേ ഉള്ളൂ. അത് ചെയ്തില്ലെങ്കിൽ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല തറവാട്ടിലുള്ള എല്ലാവർക്കും ഇത് ബാധിക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ ദുർമരണം വരെ സംഭവിച്ചേക്കാം. കുഞ്ഞിനെ പ്രസവിച്ച അമ്മയും ഈ കുഞ്ഞിന്റെ അച്ഛനും കൂടി 21 ദിവസം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒന്നിച്ച് ജീവിക്കണം എന്ന് തിരുമേനി പറയുമ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. കുഞ്ഞിനെ വളർത്തിയത് ഞാനാണ്. ജനിച്ച അന്നു മുതൽ കുഞ്ഞിന്റെ അമ്മ ഞാൻ തന്നെയാണെന്ന് മീനാക്ഷി പറയുമ്പോൾ അങ്ങനെയല്ലെന്നും കുഞ്ഞിനെ പ്രസവിച്ചതാരോ അവരാണ് കുഞ്ഞിന്റെ അമ്മയെന്നും തിരുമേനി പറയുന്നു. ഇതെന്താണെങ്കിലും ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് മീനാക്ഷി പറയുമ്പോൾ ഇങ്ങനെ വല്ലതും നടക്കുകയാണെങ്കിൽ ഇവളെ കൊന്ന് ഞാൻ ജയിലിൽ പോകുമെന്ന് സാവിത്രിയും പറയുന്നു. ഈ കുടുംബത്തിന്റെ നല്ലത് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം എന്നൊക്കെ തിരുമേനി പറയുമ്പോൾ രാജലക്ഷ്മി അമ്മ പറയുകയാണ്, ഞങ്ങൾക്ക് തിരുമേനിയെ വിശ്വാസമാണ്. ഈ പ്രശ്നത്തിന് ഇത് മാത്രമേ ഉള്ളൂ ഒരു പരിഹാരമെങ്കിൽ തിരുമേനി പറയുന്നത് കേൾക്കാൻ ഞങ്ങള് ഒരുക്കമാണെന്നും രാജലക്ഷ്മി അമ്മ പറയുന്നു. തുടർന്ന് ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ ദക്ഷിണ പോലും മേടിക്കാതെ തിരുമേനി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സംശയത്തോടെ മീനാക്ഷി പിന്നാലെ ചെല്ലുകയാണ്. തിരുമേനി തിരുമേനിയുടെ നല്ലതിനു വേണ്ടി തിരുമേനി ഒരാളുടെ കുടുംബം തകർക്കാൻ നോക്കരുത്. ഇത് ആരുടെയോ കൊട്ടേഷൻ ഏറ്റെടുത്ത് തിരുമേനി പറഞ്ഞതാണെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. ഇത് കേൾക്കുന്ന തിരുമേനി പരിങ്ങലോടെ മീനാക്ഷി നോക്കുകയാണ്. എന്താണെങ്കിലും ചെമ്പകമംഗലത്തിന്റെ ശത്രു തന്നെയാ തിരുമേനിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. തിരുമേനി സത്യം പറയണമെന്ന് മീനാക്ഷി പറയുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല, എന്നോടൊന്നും കൂടുതലായി ചോദിക്കരുതെന്ന് പറഞ്ഞ് തിരുമേനി അവിടെ നിന്ന് പോകുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടെ മുറിയിൽ നിൽക്കുന്ന മീനാക്ഷിയാണ്. അതേസമയം കാർത്തി അങ്ങോട്ടേക്ക് വരുന്നു. കാർത്തി പറയുകയാണ്, മീനാക്ഷി എനിക്ക് ആ മൈഥിലിയെ വെറുപ്പാണ്. എന്നവൾ എന്നെ ഉപേക്ഷിച്ചു പോയോ അന്ന് മുതൽ എൻ്റെ മനസ്സിൽ അവൾക്ക് ഒരു സ്ഥാനവുമില്ല. അവളെ കാണുന്നതേ എനിക്ക് അറപ്പാണ്. അവളോടൊപ്പമാണ് 21 ദിവസം ജീവിക്കാൻ എന്നോട് പറഞ്ഞത്. ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും ഒരിക്കലും നടക്കാനേ പോകുന്നില്ല. പക്ഷേ മുത്തശ്ശിയുടെ അന്ധമായി ചോദിച്ചതിലുള്ള വിശ്വാസമാണ് എല്ലാത്തിനും കാരണമെന്നും കാർത്തി പറയുന്നു. തുടർന്ന് മീനാക്ഷിയുടെ തലയിൽ വെച്ച് സത്യം ചെയ്തു പറയുകയാണ് കാർത്തി, മീനാക്ഷി അല്ലാതെ മറ്റൊരു പെണ്ണും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. മീനാക്ഷിയും കുഞ്ഞും മാത്രമാണ് എൻ്റെ ലോകമെന്നും. എന്താണെങ്കിലും ഈ മൈഥിലിയുടെ പിന്നിൽ ആരൊക്കെയുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് ഏട്ടാ എന്ന് മീനാക്ഷിയും പറയുന്നു. അന്ന് സഹതാപത്തിൻ്റെ പേരിലാണെങ്കിലും അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനേ പാടില്ലായിരുന്നു. അതാ ഞാൻ ചെയ്ത തെറ്റെന്ന് കാർത്തി പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാജലക്ഷ്മി അമ്മയും കൈമളിനെയുമാണ്. രാജലക്ഷ്മി അമ്മ എടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്യുകയാണ് എല്ലാവരും. എൻ്റെ കാർത്തിമോൻ എൻ്റെ മീനാക്ഷി ചതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു അസ്വാഭാവികതയും ഞാൻ കാണുന്നില്ലെന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.